റംബുട്ടാനാണ് ഞാൻ കയറി വന്നപ്പോൾ തന്നെ കാണുന്നത്. ഒരു മരം നിറച്ചിങ്ങനെ കായ്ച്ച് ചുമന്ന് കിടക്കുന്ന റംബുട്ടാൻ. നമസ്കാരം. അതെ, റംബുട്ടാൻ ഇഷ്ടമുണ്ടോ? വെള്ളോട്ട് നോക്കിയാൽ നല്ല ചുമല റംബുട്ടാൻ, അപ്പുറത്താണെങ്കിൽ മഞ്ഞ കളറിൽ റംബുട്ടാൻ, പിന്നെ വേറെ റംബുട്ടാൻ്റെ പലതരം വെറൈറ്റികൾ ഇവിടെ കിട്ടും കേട്ടോ. നമ്മൾ ഹോം ഗ്രോൺ എന്ന് പറഞ്ഞ ഒരു ഫാം ആൻഡ് നഴ്സറിയിലാണ്, അവരുടെ ഫാമിലാണ് വന്നിരിക്കുന്നത്. മദർ ഫാമാണ് അല്ലേ. എൻ്റെ കൂടെ റെജിനും ഉണ്ട്, അതേപോലെ തന്നെ സെബാസ്റ്റിനും ഉണ്ട്. ഇവരിവിടുത്തെ സ്റ്റാഫാണ്. നമസ്കാരം. അപ്പോൾ നമുക്ക് റംബുട്ടാനാണ് ഞാൻ കയറി വന്നപ്പോൾ തന്നെ കാണുന്നത്. ഒരു മരം നിറച്ചിങ്ങനെ കായ്ച്ച് ചുമന്ന് കിടക്കുന്ന റംബുട്ടാൻ. അതുകൂടാതെ മറ്റ് പഴവർഗ്ഗങ്ങളും ഉണ്ട് അല്ലേ. നമുക്ക് റംബുട്ടാൻ അല്ലാതെ വേറെ എന്തൊക്കെയുണ്ട്? നമുക്ക് റംബുട്ടാൻ കൂടാതെ മാംഗോസ്റ്റീൻ ഉണ്ട്. റംബുട്ടാനോട് വളരെ അടുത്ത് നിൽക്കുന്ന പുലാസാൻ എന്ന ഫ്രൂട്ട്. പുലാസാൻ. പിന്നെ നമുക്ക് ചക്കയൊക്കെ ഇവിടെ ഉണ്ട്. ചക്കയൊക്കെ സീസൺ കഴിഞ്ഞു. അബിയുവിന്റെ സീസൺ കഴിഞ്ഞു. ഡുറിയൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുക. അതിൻ്റെ കുറേയൊക്കെ സീസൺ കഴിഞ്ഞതാണ്. പക്ഷേ എന്നാലും കുറേയൊക്കെ നമുക്ക് കാണാൻ പറ്റും. റംബുട്ടാൻ്റെ ഒക്കെ കാണാൻ പറ്റും. റംബുട്ടാൻ്റെ സീസൺ ആയെന്നേ ഉള്ളൂ തോന്നുന്നു അല്ലേ. ഓൾമോസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പഴങ്ങൾ കാണാം. അതേപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്ഥലമുണ്ട് ഇവിടെ? നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഏരിയ ഒരു 25 ഏക്കർ സ്ഥലം. 25 ഏക്കർ. ഇത് കൂടാതെ നമുക്ക് ഒരു 40 ഏക്കർ ഇതിനോട് അല്പം മാറിയുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. കൂടാതെ റീസെന്റ് ആയിട്ട് ഒരു 10 ഏക്കർ കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 80 ഏക്കേഴ്സോളം വരും. 80 ഏക്കേഴ്സ് വരും. 80 ഏക്കേഴ്സിൽ അതും എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ ഫാമിങ്ങും അതിന്റെ പ്രൊഡക്ഷനുമാണ്. അതായത് ചെടികളുടെ പ്രൊഡക്ഷൻ, അതിന്റെ മാർക്കറ്റിംഗ് ആണ് കൂടുതലായിട്ട് അല്ലേ. പഴങ്ങൾ വിൽക്കുന്നതിനേക്കാളും കൂടുതൽ ചെടികളാണ് നിങ്ങൾ വിൽക്കുന്നത്. അത് സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ കളക്ഷനുള്ള ഒരു നഴ്സറി. അതാണ് നമ്മുടെ ഹോം ഗ്രോൺ. നമ്മൾ അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഫ്രൂട്ട്സ് വിൽക്കാനായിട്ട് ഒരു ചെറിയ സ്റ്റോർ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് റംബുട്ടാൻ ഉണ്ടാവും, മംഗോസ്റ്റീൻ ഉണ്ട്, പിന്നെ അവക്കാഡോ ഉണ്ടെന്ന് അല്ലേ. അവക്കാഡോ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഇനിയിപ്പോൾ നമുക്ക് ഫാമിനകത്തൂടെ ഒന്ന് നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ട് പോകാം. ഏതാ വാ. ഓക്കെ, നമുക്ക് ഏത് ഭാഗത്തോട്ടാണ് നടക്കണ്ടേ? തുടക്കത്തിൽ നമുക്ക് ഇതൊക്കെ പറിച്ച് കഴിക്കാമല്ലോ അല്ലേ. കഴിക്കാം. ഞങ്ങൾ അങ്ങനെ അപ്പുറത്തുനിന്ന് സ്വല്പം ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ തന്നെ 2 മംഗോസ്റ്റിൻ്റെ മരങ്ങളുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇത് നേരത്തെ കുറച്ച് പറിച്ചായിരുന്നു. അതിനകത്തുനിന്ന് കുറച്ചുകൂടെ റെജിൻ പറിച്ചിട്ടിട്ടുണ്ട്. ശരിക്കും മംഗോസ്റ്റിൻ്റെ വേറെ മരങ്ങളില്ലേ? നമ്മൾ ഇവിടെ മാംഗോസ്റ്റീൻ അധികം വെച്ചിട്ടില്ല. അതില്ല. മാംഗോസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അല്പം ഷെയ്ഡ് ലവിങ്. അപ്പൊ നമ്മൾ ഓപ്പൺ സ്പേസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ സമയത്തൊക്കെ വളർന്നു കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവിടെ കുറവായതുകൊണ്ട് ഇവിടെ അധികം മരങ്ങൾ നമ്മൾ വെച്ചിട്ടില്ല. ശരിക്കും അതാ ഞങ്ങളുടെ വീട്ടിൽ മംഗോസ്റ്റീൻ പണ്ട് വെച്ചിട്ട് ഇതുവരെ അത് വളർന്നു പൊങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അത് നല്ല തണലുള്ള സ്ഥലമാണ്. നമുക്ക് ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തണലില്ലാത്തൊരു സ്ഥലം, തണലില്ലാത്ത സ്ഥലം. നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേജിൽ പ്രത്യേകിച്ച് ഒരു കായ്ച്ചു വരുന്ന സമയം വരെയൊക്കെ ഇച്ചിരി തണലുള്ളത് ഷെയ്ഡ് ലവിംഗ് ട്രീ ആണ് മംഗോസ്റ്റീൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഓപ്പൺ സ്പേസ് ആണല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ മരങ്ങൾ ഇവിടെ വയ്ക്കുക. ഈ മംഗോസ്റ്റിന്റെ ഞാൻ എവിടെ വെച്ചാന്ന് ഞാൻ ഓർക്കുന്നില്ല, മംഗോസ്റ്റിന്റെ ഈ കവർ ഉൾപ്പെടെ അവരൊരു സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്, ആന്റി ക്യാൻസറസ് ആണെന്നൊക്കെ പറഞ്ഞ് ആ സിറപ്പ് ഞാൻ കുടിച്ചിരുന്നു. പക്ഷെ ഭയങ്കര കമർപ്പായിരുന്നു. ഇത് ഞാൻ പൊട്ടിച്ചോട്ടെ. ഇതിന്റെ പുറത്ത് നല്ല മെറൂൺ കളറിലുള്ള ഒരു ഔട്ടർ കവർ ഉണ്ടാവും. മംഗോസ്റ്റിൻ ഓപ്പൺ ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. ഇങ്ങനെ മേളിലത്തെ തൊപ്പി അങ്ങ് ഊരി എടുക്കുന്ന പോലെ അങ്ങ് എടുത്താൽ മതി അല്ലേ. തൊപ്പി ഇങ്ങനെ ഊരി എടുക്കുന്ന പോലെ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ കിട്ടും. അത് കഴിഞ്ഞ് ഇങ്ങനെ ചുമ്മാ വലിച്ച് കുടിച്ചാൽ മതി അല്ലേ. ശരിക്കും നമ്മുടെ കുടംപുളിയില്ലേ, എനിക്ക് കുടംപുളി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ തോട്ടിലൂടെ ഇങ്ങനെ ഒഴി വരും, നമ്മൾ കുളിക്കാൻ നിൽക്കുമ്പോഴൊക്കെ തോട്ടിലൂടെ ഒഴി, അതിങ്ങനെ പെറുക്കി പൊട്ടിച്ച് കഴിക്കുക. ഇത് കുടംപുളിയുടെ അതേ ഫാമിലി തന്നെയാണ്, ഗാർസിനിയ ഫാമിലി തന്നെ പെട്ട ഒരു ഫ്രൂട്ടാണ് മാംഗോസ്. അതെ, നല്ല മധുരമാണ്. പക്ഷെ ചെറിയൊരു പുളി നമുക്ക് എന്തായാലും ഉണ്ടാവും. ആ പുളിയും പക്ഷേ ഇതിന്റെ തോടിന് ഭയങ്കര കമർപ്പാണ് കേട്ടോ. ഇത് കറയാണ്. ഇതിന്റെ കുരു കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. കാരണം തുപ്പി കളയാനായിട്ട് മനസ്സ് വരത്തില്ല. ഈ കൊക്കോക്ക കഴിച്ചിട്ടുണ്ടോ? കൊക്കോക്കായുടെ ഒക്കെ എന്ന് പറഞ്ഞാണല്ലോ, കൊക്കോക്കായുടെ കുരു കഴിക്കാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. അത് തുപ്പിക്കളയാൻ നമുക്ക് മനസ്സ് വരികയില്ല. അതുപോലെ തന്നെയാണ് മംഗോസ്റ്റിനും. ഇത് എത്ര നാളെടുക്കും ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട് ആവാനായിട്ട്?
ഫ്രൂട്ടാകാൻ മാംഗോസിൽ നല്ല തണലുള്ളിടത്തു നിന്ന് കിളുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തണലെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു അമിതമായ തണൽ ഒരിക്കലും നമ്മൾ മനസ്സിൽ കാണരുത്. മാക്സിമം ഒരു 30%. ഓക്കെ. അതായത് ഇപ്പൊ നമ്മൾ തെങ്ങൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എടുത്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരു പാർഷ്യൽ ഷെയ്ഡ് എന്നുള്ളത് മാത്രമേ വരാവുള്ളൂ. ഇപ്പോൾ സാധാരണ ആളുകൾ ചോദിക്കുക റബ്ബർ തോട്ടത്തിലൊക്കെ വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുക ഷെയ്ഡ് കേൾക്കുമ്പോൾ ഒരിക്കലും പറ്റുകയില്ല. ഒരു പാർഷ്യൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ മാംഗോസിനെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാംഗോസിന് ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് രീതികളൊന്നുമല്ല. നമ്മൾ വിത്ത് മുളച്ച തൈകളാണ് നടീലിനായിട്ട് ഉപയോഗിക്കുന്നത്. മാംഗോസിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത അത് ആൺപെൺ വ്യത്യാസമില്ലാത്തൊരു മരമാണ്. മറ്റ് സാധാരണ ഒരുമാതിരിപ്പെട്ട എല്ലാ പഴവർഗ്ഗങ്ങളിലും ആൺപെൺ വ്യത്യാസമുണ്ട്. വിത്ത് മുളച്ചു വരുന്ന തൈകൾ ആണോ പെണ്ണോ നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ ഈ മാംഗോസിൽ ആൺപെൺ വ്യത്യാസമില്ല. വിത്ത് മുളച്ചുണ്ടാകുന്ന എല്ലാ തൈകളും കായ്ക്കും. ഇതിനകത്ത് അതുപോലെ തന്നെ മുമ്പേ സെബാസ്റ്റ്യൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, ഒരു കുരുവേ പ്രധാനമായിട്ടുണ്ടാവുള്ളൂ. അതെ അതെ അതെ, അല്ലെങ്കിൽ 2 കുരു മാക്സിമം. അത് നമുക്ക് അങ്ങനെ അല്ലിയായിട്ടാണല്ലോ നമ്മുടെ പുള്ളിയുടെ ഒക്കെ അല്ലികളായിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു വലിയ അല്ലി ഉണ്ടാകും, അതിൻ്റെ അകത്തായിരിക്കും സീഡും ഉള്ളത്. അത് ഞാനിപ്പം കഴിച്ചതിനകത്ത് 2 എണ്ണം, ഒരെണ്ണം വലിയ കുരു ഉണ്ടായിരുന്നു, ഒരെണ്ണം ചെറിയ കുരു. പക്ഷെ ബാക്കിയെല്ലാം കുരു ഇല്ലാത്ത അല്ലികൾ, നല്ല ഫ്ലഷ് ആയിട്ട് തന്നെ നമുക്ക് ഇതും കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ സാധാരണ ഇവിടെ ചെയ്യുന്നില്ല. ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മൾ അത്ര ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത മരത്തിലേക്ക് പോവാം അല്ലേ? അതെ, നമ്മൾ അടുത്ത ഫ്രൂട്ടിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു, അടുത്ത മരത്തിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. അന്നേരമാണ് റിജിൻ ഒരു കാര്യം കൂടെ പറഞ്ഞത്. ഇതിനകത്ത് എത്ര അല്ലി ഫ്രൂട്ട്സ് ഉണ്ടാവുമെന്ന് ഏകദേശം ഒരു കണക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവടൊന്ന് നോക്കിയാൽ മതി അല്ലേ? അതെ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ചുവട്ടിൽ ഈ പൂ പോലെ നിൽക്കുന്ന ഈ സാധനമില്ലേ, അതിൽ 1 2 3 4 5 6 7 ഇതളുണ്ട്. അതുപോലെ തന്നെ ഈ അല്ലി എണ്ണ് കാണുന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7. ഇതിനകത്ത് 2 എണ്ണത്തിൽ കുരുവുള്ളതാണ്, ബാക്കിയുള്ളതിന് കുരു ഇല്ലാത്തതാണ്. ഇത് രണ്ടും കുരുവുള്ള അല്ലികളാണ്. നമുക്ക് ഒരെണ്ണം കൂടെ പരീക്ഷിച്ച് നോക്കാം. ഇത് അല്ലിയുടെ എണ്ണം അല്ലേ? അല്ലിയുടെ എണ്ണം. ഇതിൽ എത്ര എണ്ണം? 1 2 3 4 5. എക്സാക്ട്ലി 5 എണ്ണം. 1 2 3 4 5. അതിൽ ഒരെണ്ണം മാത്രം സീഡുള്ളത്, മറ്റതിനൊന്നും സീഡ് ഇല്ലാത്തതാണ് അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഗുട്ടൻസ്. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത മരത്തിലേക്ക് പോവാം അല്ലേ? നമ്മളിപ്പോൾ ഒരു വെറൈറ്റി റംബൂട്ടാന് മുമ്പിലാണ് വന്നിരിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള റംബൂട്ടാൻ. നമ്മൾ E35 എന്നാണ് ഈ റംബൂട്ടാൻ വെറൈറ്റിയുടെ പേര്. ഈ നമ്പേഴ്സ് ആണ് ഇതിനെ വേർതിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഞങ്ങൾ N18 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 80 നമ്പേഴ്സ് കൊണ്ട് 1 kg. E35 ഓൾമോസ്റ്റ് 35 നമ്പേഴ്സ് കൊണ്ട്. അപ്പോൾ ഇത് താരതമ്യേന ചെറുതാണ്, അതുകൊണ്ട് എണ്ണം കൂടുതൽ വേണം. മഞ്ഞയാണ് കളർ, പുറമേയുള്ള കളർ മഞ്ഞയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഐഡന്റിറ്റി. ഈ ഇനത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹോം ഗ്രോൺ ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ മധുരമുള്ള വെറൈറ്റി E35 ആണ്. ഈ മഞ്ഞ കളറുള്ളത്. പക്ഷെ അതിന്റെ ഒരു ചെറിയ ന്യൂനത പറയാനുള്ളത് വലിപ്പം കുറവാണ്. അതിന്റെ ഉള്ളിലെ സീഡിനും വലിപ്പം കൂടുതലാണ്. അപ്പം കഴിക്കാനുള്ള ഫ്ലഷ് കുറവാണ്. പക്ഷേ ഇത് അടന്നു പോരും അല്ലേ? അടന്നു പോരും. മറ്റേ കുരുവിൽ നിന്ന് അടന്നു പോരാത്ത ഒരു വെറൈറ്റി ഇല്ലേ? അത് നമ്മുടെ സാധാരണ നാടൻ വെറൈറ്റി. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന എല്ലാ വെറൈറ്റികളും നമ്മൾ കുരുവിൽ നിന്ന് നടന്നു പോരുന്നതാണ്. മറ്റത് കുരുവിൽ നിന്ന് കറന്നെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മഞ്ഞ ഇനത്തിന്റെ മറ്റൊരു ചെറിയ ന്യൂനത ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. ജ്യൂസിയാണ് നല്ലപോലെ, അതുകൊണ്ട് തന്നെ സൂക്ഷിപ്പ് കാലം അല്പം കുറവാണ്. അപ്പം കൊമേഴ്സ്യലായിട്ട് ചെയ്യാൻ അത്ര നല്ലതായിരിക്കും, അത്ര വയബിൾ അല്ല. പക്ഷെ എന്നാലും വീട്ടിലൊക്കെയാണ് തീർച്ചയായിട്ടും നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും, രുചിയാണ്. ഞാൻ ഒരെണ്ണം പറിക്കുകയാണ് ഇതിനെ. ഓക്കെ, ഇതേന്ന് ഒരെണ്ണം പറിക്കേ. 1 2 2 പറിക്കുകയാണേ. 2 എണ്ണം ഞാനിങ്ങനെ പറിച്ചെടുത്തു. ഈ റംബുട്ടാൻ എല്ലാം തന്നെ ഇങ്ങനെ പുറത്ത് രോമം പോലെ നിൽക്കും, ഹെയറി ആയിട്ട് നിൽക്കും. അതെ. ഇത് പൊട്ടിക്കട്ടെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്ന് കമ്പാരിസൺ വെക്കാം. നമുക്ക് മറ്റ് 2 വെറൈറ്റികളുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ 3 വെറൈറ്റി ആണോ റംബുട്ടാനുള്ളത്? അല്ലല്ല, നമുക്ക് വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ഫ്രൂട്ട് അവൈലബിൾ ആയിട്ടുള്ളത് 3 വെറൈറ്റി ഉണ്ട്. ഇത് N35, സോറി E35, പിന്നെ ഇവര് N18 ഉണ്ട്. പിന്നെ നമുക്കൊരു ലോക്കൽ നാടൻ വെറൈറ്റി ഉണ്ട്. ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് കഴിച്ച് നോക്കാം. ഓക്കെ, പിന്നെ നമ്മളിപ്പം പറിച്ച റംബൂട്ടാൻ ഇനം N18 എന്ന വെറൈറ്റിയാണ്. അതും ഇത് ഒന്ന് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സീസണായി വരുന്നത്, പഴുത്ത് വരുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ രോമങ്ങൾ വരെ നല്ല റെഡ് കളറിലേക്ക് വരും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു കളർ കുറവ് തോന്നുന്നത്. N18 ആണോ നിങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ്
ഷുവർ. അതെ അതെ, N18 ആണ് നമ്മുടെ റംബുട്ടാൻ ഏറ്റവും. അല്ല ഇത് E35. ഇത് E35 മഞ്ഞ, N18 റെഡ് ചുമല. നല്ല ചുമലയോ? നല്ല ചുമലയോ? ഈ കുരുവിൽ നിന്ന് നടന്നു വരുന്ന. തീർച്ചയായിട്ടും നന്നായിട്ട് അടന്നു വരും. മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത വളരെ ചെറിയ സീഡാണ്. പക്ഷെ അത് ഫ്രൂട്ട് വലുതുമാണ്. അതെ, ഫ്ലഷ് കൂടുതലുണ്ട്. നമുക്ക് കഴിക്കാനുള്ള പോർഷൻ വളരെ കൂടുതലാണ്. മധുരം ഏതിനായിരിക്കും കൂടുതൽ? മധുരം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരുപക്ഷെ അല്പം മധുരത്തിൽ മാത്രം മുമ്പോട്ട് നിൽക്കുന്ന E35 ആയിരിക്കും. പക്ഷെ ബാക്കി എല്ലാം നോക്കിക്കഴിയുമ്പോൾ ഏറ്റവും ടോപ്പ് നമ്മുടെ N18 തന്നെയാണ്. ഞാനിത് അങ്ങോട്ട് വെക്കാണേ. ഓക്കെ, നമുക്ക് ഒരു നാടൻ. ഇത് നാടനാണേ. ഇത് കണ്ടോ, നാടൻ ചെറുതാണ്. നാടൻ്റെ ഷേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം E35ന്റെ ഏകദേശം അതേ ഷേപ്പും ആ സൈസും ഒക്കെയാണ് അല്ലേ? അതെ. പക്ഷേ കളറിൽ E35നാണ് കുറച്ചുകൂടെ കളറുള്ളത്. ഇതിന് E35 മഞ്ഞയാണ്, ചുമലയാണ്. ഇത് N18 ആണ്. ഇത് മൂന്നും കൂടെ വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. നമുക്കിനിയിപ്പോൾ ഇത് ഓരോന്ന് പൊട്ടിച്ചാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് E35. അതിൻ്റെ മേൽഭാഗം മാത്രമേ ഞാൻ പൊളിക്കുന്നുള്ളേ. അതിൻ്റെ ആ മേളത്തെ തോട് മാത്രം ഇതിനകത്ത് തന്നെ വെച്ചോട്ടെ. തോട് ഇത് E35ന്റെ ആണ്. അതും അല്പം കൂടി പഴുക്കാനുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി പഴുക്കാനുണ്ട്. ഇതെല്ലാം മരത്തിൽ നിന്ന് ഡയറക്റ്റ് പറിച്ചാണ്. ഇത് മൂന്നും. ഇത് നമ്മുടെ നാടൻ ഐറ്റമാണ്. നാടൻ ഐറ്റം. ഈ നാടൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലഷ് നമുക്ക് സീഡ് നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മറ്റേത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പിടിക്കുമോ? ഇത് N18. കമ്പാരിറ്റീവ്ലി N18 ശരിക്കും മറ്റതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ. അതെ ഡബിൾ അല്ല, കൂടുതലുണ്ട്. വരും. ഈ N18 എന്ന പേര് നമ്മൾ കൊടുക്കാൻ കാര്യം തന്നെ ഇതിന്റെ ഒരു സൈസ് വെച്ചാൽ എന്ന് വെച്ചാൽ എണ്ണം വെച്ചാൽ നമുക്കൊരു സെലക്ട് ചെയ്ത ഒരു 18 നമ്പേഴ്സ് കൊണ്ട് 1 കിലോ തൂക്കം കിട്ടും. അതെ, അപ്പോൾ അതുകൊണ്ടാണ് N18 ഞങ്ങളുടെ പേരിടാൻ അങ്ങനെ പേര് വന്നു. നമുക്ക് ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കുകയാണ് നിങ്ങളുടെ അനുവാദത്തോടു കൂടി. ഇതിൻ്റെ ഫ്ലഷ് നമ്മൾ ഒരു കടിക്ക് തന്നെ അതിൻ്റെ കുരുവിൽ നിന്ന് സെപ്പറേറ്റ് ആവും. അതെ അത് വരും. ആ കുരുവും കൂടെ നമ്മളൊന്ന് എടുത്ത് നോക്കും പറയും വളരെ ചെറിയ സീഡായിരിക്കും. ഡേറ്റ്സിന്റെ കുരു പോലെ. അതെ ചെറിയ കുരു. ഞാൻ കടിച്ചതിൻ്റെ ആ കട്ടിയോടാണ്. കുരുവിന് ചെറിയ നീളം ഉണ്ടെന്നേ ഉള്ളൂ. വലിപ്പം കുറഞ്ഞ ഒരു ചെറിയ കുരുവാണ്. പൊട്ടിപ്പോയി കേട്ടോ, സാരമില്ല. പക്ഷെ എന്നാലും ഒരു നീളമുള്ള ഒരു കുരു. ചെറിയ കുരുവാണ്. ബാ ഇനിയിപ്പം E35. N18 ഒരു സ്വല്പം പുളിയും കൂടെ വന്നിരുന്നു. പക്ഷേ ഇത് മധുരം മാത്രമായിട്ടാണ്. പുളി എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് പുളി കേട്ടോ. നമ്മുടെ നാടൻ്റെ രീതിയിലുള്ള പുളിയാണ്. നാടന് കുറച്ചുകൂടെ പുളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? N18ന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അല്ലെങ്കിൽ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാര്യം തന്നെ ആ ഷുഗർ ആസിഡ് ബാലൻസ് ആണ്. ആ ചെറിയ പുളി കയറി വരുമ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് ഏറ്റവും ഇഷ്ടമായിട്ട് വരുന്നത്. ചെറുതായിട്ടൊരു പുളി. അതെ പക്ഷെ എന്നാൽ മധുരം ഉണ്ട് തന്നെ. ഇതിന് മറ്റേ മഞ്ഞയുടെ ഇതിന് മധുരമാണുള്ളത്. പുളി എന്ന് പറയാനായിട്ട് ഇല്ല. ഇനിയിപ്പോൾ നമ്മുടെ നാടൻ സാധനം. മറ്റേ രണ്ട് വെറൈറ്റിക്കും നമ്മുടെ ആ ഫ്ലഷ് പെട്ടെന്ന് ഇങ്ങനെ അടന്നു പോകും. പക്ഷെ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലഷ് അത്ര പെട്ടെന്ന് അടന്നു പോരുന്നില്ല കേട്ടോ. പോരുന്നില്ല. അതാ പൂരിക്കാരം എന്നുള്ളതാണ്. നമ്മളിപ്പം കഴിച്ച നാടൻ വെറൈറ്റി ആണെങ്കിൽ പോലും നാടനിലെ ഒരു സുപ്പീരിയർ വെറൈറ്റി ആയത് ആണോ? അതിലും വ്യത്യാസമുണ്ട്. അതിലുണ്ട്. ചിലതിന് ഭയങ്കര പുളിയായിരിക്കും, നമുക്ക് കഴിക്കാൻ പറ്റാത്ത പുളിയായിരിക്കും. അതെ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അല്പം മധുരമുള്ള ഒരു വെറൈറ്റി തന്നെ. എന്നാൽ പുളിയാണ് മുമ്പോട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് തനി നാടനല്ല, നാടനിൽ തന്നെ ഒരു സുപ്പീരിയർ വെറൈറ്റി എന്ന് വേണേൽ പറയാം. അതുപോലെ ഇവിടെയാണ് പ്ലാവ് ചോട്ടിലൊക്കെ കായ്ച്ചു നിൽക്കുന്നത്. ഇതാണോ വിയറ്റ്നാമി? അത് വിയറ്റ്നാമാണ്. നമുക്ക് വേണേൽ അങ്ങോട്ട് പോയി അതും കൂടെ കാണാം. അത് കാണാം. അത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വൃക്ഷം ഏതാണ് നമ്മൾ കാണുന്നത്? നമുക്ക് പ്ലാവുണ്ട്, നമുക്ക് പുലാസാൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട് കൂടെ ഉണ്ട്. പുലാസാനും കൂടെ കണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇപ്പം കായുള്ളത് ഇത്രമാണ് നമുക്കുള്ളത്. നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നതാണ് ഈ 1 വർഷ പ്ലാവ് എന്നറിയപ്പെടുന്ന വിയറ്റ്നാം സൂപ്പർ ഏർലി. വിയറ്റ്നാമിന്നാണോ ഇത്? ശരിക്കും പറഞ്ഞിട്ട് ഒറിജിനൽ വിയറ്റ്നാമാണ്. ഇത്ര ചെറുതായിട്ട് നിൽക്കത്തുള്ളത്. ഇത് വലിയ ചക്കളുണ്ട്, മുകളിൽ വലിയ ചക്കൾ കിടപ്പുണ്ടല്ലോ. നമുക്കൊരു 7-8 കിലോ ഒക്കെ എങ്ങനെയായാലും ആവറേജ് ചക്കയുടെ വലിപ്പം വരും. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, മിക്കവാറും ഈ പ്ലാവിൽ ചക്ക കാണും.
ഓഹോ 12 മാസം എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഞങ്ങളിവിടെ നിരീക്ഷിച്ചിട്ട് ഞങ്ങൾക്കൊരു ഡിസംബർ തൊട്ട് ചക്ക പറിക്കാൻ തുടങ്ങിയാൽ ഇപ്പം നമ്മളിപ്പോൾ ജൂലൈ പകുതിയായില്ലേ, ഇപ്പോഴും ചക്ക കിടപ്പുണ്ട്. അപ്പം പല സമയത്തായിട്ട് 1-2 ചക്കകളൊക്കെ നമുക്ക് കിട്ടും. ഇത് പഴുത്ത് കഴിഞ്ഞാൽ മധുരമുണ്ട്, നല്ല മധുരമുള്ള ചക്കയാണ്. നമുക്ക് വേവിക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇടിച്ചക്ക ഭയങ്കര ഫേമസാണ്. ഈ വിയറ്റ്നാം സൂപ്പർ ഇടിച്ചക്ക വളരെ ഫേമസാണ്, നല്ല രുചിയാണ് അത് വെച്ചുള്ള വിഭവങ്ങൾ. നമ്മൾ മറ്റേ പുലാസാന്റെ അടുത്തേക്ക് നമ്മൾ പുലാസാൻ കാണാം. പുലാസാന്റെ അടുത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ഉണ്ടല്ലോ ഇതൊക്കെ കാണിച്ചു പോകാം. ഇത് നാടൻ, അതെ നാടൻ. ഇത് നാടൻ നമ്മുടെ റംബുട്ടാനാണ്. അതുപോലെ തന്നെ മഞ്ഞ റംബുട്ടാൻ ഇവിടെ പറിച്ചെടുക്കുന്നുണ്ട്. റംബുട്ടാൻ ഹാർവെസ്റ്റിംഗ് ആണ്. ചേട്ടൻ്റെ പേരെന്താ? ടോമിച്ചൻ ചേട്ടൻ അത് പറിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അപ്പുറത്ത് നിൽക്കുന്ന മരങ്ങളൊക്കെ ഇതെല്ലാം റംബുട്ടാനാണ്. ഇത് റംബുട്ടാൻ. നമ്മളിത് ശരിക്കും പറഞ്ഞ ഒരു സ്പേസിംഗ് ഒന്നും നോക്കി വെച്ചതല്ല. നമുക്കൊരു തണലൊക്കെ കിട്ടി ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടില്ല, റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു രീതി ചെയ്താൽ. പക്ഷെ നമ്മുടെ റംബുട്ടാൻ നടുമ്പം തീർച്ചയായിട്ടും നല്ല സ്പേസിങ് കൊടുത്ത് വേണം റംബുട്ടാൻ നടാൻ. അല്ലെങ്കിൽ കൂട്ടിമുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാഫലം വളരെ കുറവായിരിക്കും, വളരെ ഉയർന്നു പോവുകയും ചെയ്യും. അങ്ങനെ ഒരു വ്യത്യാസം. സൺലൈറ്റിന് വേണ്ടി അത് ഉയർന്നു. അതെ. അപ്പോൾ ശരിക്കും ഇങ്ങനെ കമേഴ്ഷ്യൽ പർപ്പസിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ 40x40 സ്പേസിംഗ് ആണ്. 40 അടി എന്ന് വെച്ചാൽ 1 ഏക്കറിൽ നമുക്കൊരു 30 മരമൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. പുലാസാൻ നല്ല ഡീപ്പ് ബ്രൗൺ കളർ ആയിട്ടാണ് ഹാർവെസ്റ്റ് ചെയ്യേണ്ടത്. ഓഹോ, അത് പറിക്കാറായതാണോ? ഇത് ആയിട്ടില്ല. ഇവിടെ ഒരു ഫ്രൂട്ട് ഉണ്ട്. ഇതല്ലേ ഇത് പറിക്കും. അതെ, നമുക്ക് ഇവരെ ഒന്ന് കാണിക്കാം. ഇതിന്റെ സൈഡിൽ നിൽക്കുന്ന ചെറിയ അത് ഫ്രൂട്ട് ആവുന്നതാണോ ഇത്? ഈ പച്ചയായിട്ട് അത് ആകത്തില്ല. അത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറിച്ചോട്ടെ ഇത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ റംബുട്ടാൻ്റെ ഷേപ്പാണോ എന്ന് ചോദിച്ചാൽ അതെ, പക്ഷേ എന്നാൽ അതിന് ആ ഹെയറി ആയിട്ടല്ല. റംബുട്ടാൻ ഇച്ചോട്ട് നല്ല അതെ ശരി. നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ഒക്കെ മുള്ളു നിൽക്കുന്ന പോലാണ് ഇതിന്. ഇതിൻ്റെ പേരെന്താ പറഞ്ഞത്? പുലാസാന് ചക്കപ്പഴത്തിൻ്റെ മുള്ളു നിൽക്കുന്ന പോലെ. പക്ഷെ റംബുട്ടാൻ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഹെയർ ആണ് ഇതിൻ്റെ പുറത്തുള്ളത്. പക്ഷെ ഇത് രുചി കേമനാണ്. സൈസ്, വിഷ്വൽ അപ്പിയറൻസ്, സൈസ്. ഞാൻ രുചി ഇത് രണ്ടും ഒരുപോലൊക്കെ തന്നെയാണോ? ഓൾമോസ്റ്റ് ഒരുപോലെയാണ്. നമുക്ക് ഇതും കൂടെ പൊട്ടിച്ച് നോക്കാം. ഈ കാട്ടല്ല, ഈ മരത്തിന്റെ ഇടയ്ക്കൊന്നും ഒന്ന് മാറി നിൽക്കാം. നമുക്കിത് സെബാസ്റ്റ്യൻ ഓൾറെഡി ഇവിടെ വന്ന് ഇതെന്താ ഇത് വേറെ എടുത്തോ? ഇത് വേറെ ഞാൻ ഇച്ചിരി പഴുത്തത് ഞാനൊന്ന് പറിച്ചതാണ്. ഇച്ചിരി അത് പഴുത്തതാണ്. ഇച്ചിരി മധുരം ഉണ്ടാവും അല്ലേ? മധുരം ഉണ്ടാവും. അത് പൊട്ടിക്കാനൊക്കെ എളുപ്പം ഇച്ചിരി അത് തന്നെയായിരിക്കും. ഓഹോ, എന്നാ പിന്നെ അത് തന്നെ പൊട്ടിക്കാം. ഞാൻ ഈ പുലാസാനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ, ഈ പുലാസാൻ റംബൂട്ടാൻ എന്നും നമുക്ക് അത്ര പരിചയമുള്ള പേരുകളല്ല. വെളിയിൽ നിന്ന് വന്ന പേരുകളാണ്. മലയാളത്തിലുള്ള ഒരു പേരെന്ന് പറയാൻ പറ്റത്തില്ല. പണ്ട് നമ്മൾ ഇതിനെ മുള്ളമ്പഴം, റംബൂട്ടാനും മുള്ളമ്പഴം എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് പേര് വരാൻ അതിന്റെ മുള്ളമ്പഴം മാത്രമല്ല, കൊറോണ പഴം എന്നാണ് ഈ അടുത്തിടയ്ക്ക് പേര് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് കൊറോണ പഴം. അതെ. ഈ പേരുകള് ഉണ്ടാകാൻ അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ റംബുട്ടാൻ ആണെങ്കിൽ നമുക്കറിയാം, റംബുട്ടാന്റെ പുറമെ ഇങ്ങനെ ഹെയർ പോലെയാണ്, മുടി പോലെ നമ്മള് കാണുമ്പോ അറിയാമല്ലോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട്. അപ്പൊ റംബൂട്ട് എന്ന മലയ വേർഡ് ഇതൊക്കെ മലേഷ്യൻ ഒറിജിൻ ആണല്ലോ. അപ്പൊ റംബൂട്ട് എന്ന മലയ വേർഡിന്റെ അർത്ഥം ഹെയർ, തലമുടി എന്നാണ്. അപ്പം മുടികളാൽ നിറഞ്ഞത് എന്ന അർത്ഥത്തിലാണ് റംബൂട്ടാൻ എന്ന പേര് വന്നത്. നമുക്കപ്പോ മുടിപ്പഴം എന്ന് വേണമെങ്കിൽ ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ മുടിപ്പഴം എന്ന് പറയാം അല്ലേ? പുതിയ പേര് വേണമെങ്കിൽ എബിലിട്ടോ, കുഴപ്പമില്ല. അപ്പൊ എന്നാ മുടിപ്പഴം. ഇതിന് പുലാസാൻ എന്നില്ല. ഇതിനകത്ത് ഞാനൊരു കാര്യം ഒന്ന് പറയാം. പല ആളുകൾ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് തെറ്റിച്ച ഫിലോസാൻ, അതായത് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സാറിന്. ശരിക്കും PULASAN, പുലാസാൻ. അതായത് അതും ഒരു മലയാള വാക്കിൽ നിന്ന് വന്ന പേരാ. പുലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റ് ഓപ്പൺ എന്നാ, തിരിച്ചു തുറക്കരുത്. അതായത് നമ്മൾ ഈ ഫ്രൂട്ടിങ്ങിന് എടുത്തിട്ടേ ഈ കുപ്പിയുടെ അടപ്പ് തുറക്കുന്നു, വെറുതെ ഇങ്ങനെ ഒന്ന് പിരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നഖത്തിന്റെ ഇടയ്ക്ക് കറയൊന്നും ആക്കണ്ട, വെറുതെ ഒന്ന് തിരിച്ചാൽ മതി. പിരിച്ച് തുറക്കുന്നതുകൊണ്ടാണ് പുലാസാൻ. ട്വിസ്റ്റ് ഓപ്പൺ എന്നുള്ള മീനിങ്. പുലാസ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ഓപ്പൺ ആണ് അല്ലേ? കഴിച്ചോട്ടെ? കഴിച്ചു. രുചിയിൽ വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എക്സാക്ട്ലി സെയിം എന്ന് പറയാൻ പറ്റില്ല. പുളിയല്ല, ഇതിന് ചെറിയൊരു വേറൊരു ഫ്ലേവർ വരുന്നുണ്ട്. നിങ്ങൾ ഈ പാഷൻ ഫ്രൂട്ട് തന്നെ പലത് കഴിച്ചിട്ടില്ലേ? ആ വെള്ള കളറുള്ള പാഷൻ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ? അതിന് വേറൊരു രുചിയാണ്, വേറൊരു ഫ്ലേവറാണ്. എന്നാൽ അതിനത്ര പുളിയില്ല താനും.
ഏകദേശം അതുപോലെ ഇതിന് ചെറിയൊരു പുളിയുണ്ട്, പുളിയില്ലെന്ന് പറയാൻ പറ്റില്ല. പുലാസാന് ചെറിയൊരു പുളിയുണ്ട് അല്ലേ. അതിൻ്റെ കൂടെ ഒരു പ്രത്യേക ഒരു രുചിയും അതിൻ്റെ ആ ഒരു പ്രത്യേക ഫ്ലേവറും കൂടെ കയറി വരുമ്പോൾ സുഖമുണ്ട്, രസമാണ്. നമ്മൾ വണ്ടിയിൽ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു. പോരുന്ന വഴിക്ക് നമ്മൾ മിൽക്ക് ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് കണ്ടു, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്സും കണ്ടു കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടൊന്നും ആയിട്ടില്ല, ഫ്രൂട്ട്സ് ആയിട്ടില്ല അല്ലേ, ആയിട്ടില്ല, ഫ്ലവറിങ് നടക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും റംബുട്ടാനാണ്. അപ്പുറത്ത് മണിമലയാറ് ഇങ്ങനെ ഒഴുകി പോകുന്നു. സൈഡിൽ റംബുട്ടാനുണ്ട്, അതിൻ്റെ പുറയിലായിട്ട് റംബുട്ടാൻ്റെ ചെടികൾ വിൽക്കാനുള്ളതാണ് അല്ലേ, തൈകൾ. അത് ഗ്രോ ബാഗിനകത്ത് നിൽക്കുന്നതാണ്. ഗ്രോ ബാഗിനകത്ത് ഇത് നിൽക്കുമോ? ഗ്രോ ബാഗ് നമുക്ക് അങ്ങനെ പറ്റത്തില്ല, കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യണം. ഇതിപ്പോ കൊടുക്കേണ്ടതായതുകൊണ്ട് വലിയ ചെടികളാക്കി കൊടുക്കാൻ വേണ്ടി വലിയ ഗ്രോ ബാഗ് നമ്മൾ ആക്കിയിരിക്കുന്നേ ഉള്ളൂ. ഫ്രൂട്ടൊക്കെ നന്നായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നിലത്ത് തന്നെ നടണം. ഇത് മാവിന്റെ തൈകളല്ലേ, ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈകളാണ് ഈ കാണുന്നത്. ഇത് മേളിലും താഴെയും റംബുട്ടാൻ തന്നെ, റംബുട്ടാനാണ് ഇവിടുത്തെ താരം അല്ലേ. പക്ഷെ മറ്റു ഇതും ഉണ്ടെങ്കിലും റംബുട്ടാനാണ് പ്രധാന താരമായിട്ട്. നമുക്കിവിടെ വന്നാൽ കാണാനായിട്ട് കിട്ടുന്ന പഴങ്ങൾ എന്ന് പറയുന്നത് റംബുട്ടാൻ്റെ പഴമാണ് ഏറ്റവും കൂടുതലുള്ളത്. മംഗോസ്റ്റിനുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു, കായ്ച്ചിട്ടില്ല, കായ്ച്ചു വരുന്നേ ഉള്ളൂ. പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട് ഇവർ സീഡിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് അല്ല കേട്ടോ, ഡുരിയന്റെ കാര്യമാണ്. അതിൽ ഫ്രൂട്ടില്ല, പക്ഷെ ഇവർ സീഡിനായിട്ട് ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ് കാണാം. ബാ, അങ്ങനെ നമ്മൾ മണിമലയാറിൻ്റെ ആ തീരത്ത് നിന്നുകൊണ്ട് സംസാരിച്ചതിന് ശേഷം ഒരു സ്വല്പം കൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്നതിന് ശേഷം ഇവിടെ ഡുരിയാൻ മരങ്ങളാണ് അല്ലേ, ഡുരിയാൻ മരങ്ങളാണ്. ഡുരിയാൻ മരങ്ങൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞതാണ്. പക്ഷേ എന്നാലും ഇവിടെ ഒരു മരത്തിൽ കായുണ്ട്, ഒന്നല്ല 1-2 മരത്തിൽ കായുണ്ട്. ഇവിടെ ഉണ്ട് അല്ലേ, ഈ മരത്തിലും ഉണ്ട്. ഇത് കായായി കിടക്കുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെ വിളയാറായ കായാണ് അല്ലേ. അത് എങ്ങനെ നമ്മൾ പറിച്ചെടുക്കുമോ അതോ? സാധാരണഗതിയിൽ ദുരിയാന് അത് പഴുത്ത് തനിയെ പൊഴിയുകയാണ് ചെയ്യുന്നത്. തനിയെ പൊഴിയതേ ഉള്ളൂ. നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ കണ്ട അതിന്റെ കൂടെ നിന്ന ഒരു പഴം പൊഴിഞ്ഞതിന്റെ ആ ഞെട്ട് അതെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ദുരിയാൻ ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടുമുറ്റത്തൊന്നും വെക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം ഇത് ഭയങ്കര മുള്ളുകളാണ്. ഇതിന് പുറമെ ഭയങ്കര ദുരിയാൻ എന്നുള്ള പേരിന്റെ അർത്ഥം അത് പറഞ്ഞ നമ്മുടെ പുലാസാന്റെ റംബൂട്ടാനെ കാര്യം പറഞ്ഞ പോലെ ദുരി, DURI, ഡൂരിയുടെ അർത്ഥം നമ്മുടെ മുള്ളെന്നാണ്. അപ്പം മുള്ളുകളാൽ നിറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ് ഡുരിയാൻ എന്ന പേര് വന്നേക്കുന്നത്. അത് താഴെ വീണും പൊട്ടി അങ്ങ് പോവാണോ? പൊട്ടി പോകത്തില്ല. ഇല്ല, ഈ മുള്ളിന്റെ കട്ടി കാരണം അകത്തെ പഴത്തിന് യാതൊരു ക്ഷതവും വരികയില്ല. അത് അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ അത് ചെറിയൊരു അപകടമുണ്ട്, നമ്മുടെ ദേഹത്തൊക്കെ വീണ് കഴിഞ്ഞാൽ അത് അപകടം അതെ. അതുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നൊക്കെ അല്പം മാറ്റി നടക്കാത്ത സ്ഥലങ്ങളിലൊക്കെ അതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സീസൺ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സീസൺ നമ്മുടെ ഇവിടെ ഒരു മെയ് മാസം തൊട്ട് ശരിക്കും പറഞ്ഞാൽ പഴങ്ങളുണ്ട്. ഒരു 2 സീസൺ എന്ന് വേണേൽ പറയാം. ഒരു മെയ് തൊട്ട് ഇപ്പൊ നമ്മൾ ജൂലൈ ആയില്ലേ, ഒരു എക്സ്റ്റൻഡ് സീസൺ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം പല മരങ്ങളിലും പല സമയത്ത് അങ്ങനെ കാ കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ മറ്റു മരങ്ങളിലൊക്കെ കാ കഴിഞ്ഞു. ഈ മരത്തിൽ ഇപ്പം അവസാനമായിട്ട് നമ്മളിപ്പം കണ്ടതായത്. അതെ, അതേപോലെ തന്നെ എത്ര നാളെടുക്കും ഇത് ഒന്ന് വലുതായി കായാവാനായിട്ട്? അതായത് നമ്മൾ ദുരിയാൻ മരങ്ങൾ വെക്കുമ്പോൾ ബഡ് ചെയ്ത തൈകൾ വേണം വെക്കാൻ വേണ്ടി. ബഡ് ചെയ്ത മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷം കൊണ്ട് 5 വർഷം ഇത് കായ്ച്ചു തുടങ്ങും. ഇതൊക്കെ ഒരു 5 വർഷമായ മരങ്ങളാണ് നിൽക്കുന്നത്. നമ്മൾ വിത്ത് മുളച്ച തൈകൾ ഉണ്ടാക്കാം, പക്ഷേ അത് ഒരു 10 വർഷത്തിന് മുകളിലൊക്കെ സമയം എടുത്തൊക്കെ കായ്ക്കുന്നതായിട്ടൊക്കെ നമുക്ക് ക്ഷമയുണ്ട്. അതെ, ചിലപ്പോൾ കായ്ച്ചില്ല എന്നും വരാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിന് ആണും പെണ്ണും ഉള്ളതാണോ? ആൺപെൺ വ്യത്യാസം ഉണ്ടല്ലോ. അതുകൊണ്ട് ആൺപെൺ വ്യത്യാസം കാര്യമായിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ വിത്ത് മുളച്ച തൈകൾ നമ്മൾ പറയുന്നതിന്റെ പ്രധാന കാര്യം കാലതാമസമാണ്. കാലതാമസം. പിന്നെ നമുക്ക് വെറൈറ്റി. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ റംബുട്ടാനിൽ പോലും തന്നെ നല്ല വെറൈറ്റി, മുസാങ്കിങ്, മോന്തോങ്, റെഡ് പ്രോൺ എന്നൊക്കെ പറഞ്ഞ ഇന്റർനാഷണൽ വെറൈറ്റീസ്. അപ്പൊ ബഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒറിജിനൽ വെറൈറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് വിത്ത് മുളച്ച തൈകളിലേക്ക് പോകാതിരിക്കുന്നത് എപ്പോഴും നല്ലത്. അപ്പോൾ ഞങ്ങളെ കുറേ നേരം നടന്നു, കുറച്ച് നേരം വണ്ടിയിലും ഒക്കെ ആയിട്ട് ഈ ഫാമിനകത്തൂടെ ഒരു സ്ഥലം മാത്രം 25 ഏക്കർ ഫാം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ അല്ലേ. ഇനി അപ്പുറത്ത് 25 വേറെ ഒരു 10 ഏക്കറുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല. ഇത്രയും സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇവിടെ വന്നു. നല്ല ചൂടുണ്ട്. അപ്പം പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇതിൻ്റെ കൂടെ സ്ട്രോ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സ്ട്രോ ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് പ്ലാസ്റ്റിക് സ്ട്രോ ഉപയോഗിക്കുന്നില്ല. ഇത് പേപ്പർ സ്ട്രോ ആണ് കേട്ടോ, പ്ലാസ്റ്റിക് സ്ട്രോ. അത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല.
പേപ്പർ സ്ട്രോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം കൂടെ കാസ കിച്ചണിലൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ പേപ്പർ സ്ട്രോ ആയിരുന്നു, അത് ഞാൻ ഉപയോഗിച്ചു. ഇനി അബദ്ധത്തിൽ എങ്ങാനും എപ്പോഴേലും പ്ലാസ്റ്റിക് സ്ട്രോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി സോറി നേരത്തെ തന്നെ പറഞ്ഞേക്കാം. ഏതായാലും ഇവിടെ വന്ന് നമ്മൾ തുടങ്ങിയ ഭാഗത്താണ്, നമ്മൾ ഇവിടെ നിന്നാണ് ആദ്യം വന്നത്, ഇങ്ങോട്ടാണ് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലം. ഇത് കണ്ടോ, മംഗോസ്റ്റിനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ അവക്കാഡോ ഉണ്ട്. ഇത് ഡ്യൂറിയൻ, ഡ്യൂറിയൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. മംഗോസ്റ്റിൻ 4 ഇരിപ്പുണ്ട്, അപ്പുറത്തും ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ ഇതുണ്ട്. ഇത് അതായത് ലാങ്സാറ്റ് എന്ന് തന്നെയാണോ? ഇതിന്റെ മരം ഇല്ല, നമ്മൾ കണ്ടില്ലല്ലോ. നമ്മുടെ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ വെളിയിൽ നിന്ന് ഒരാൾ ഇവിടെ കൊണ്ടുവന്നാണ്. നമ്മൾ അങ്ങനെ കുറച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇല്ലാത്ത ഫ്രൂട്ടുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, കർഷകര് ഇവിടെ കൊണ്ടുതരും. അങ്ങനെ നമ്മൾ ചെയ്യുന്നു. നിങ്ങൾ ഈ തൈകളൊക്കെ നിങ്ങളുടെ ഈ നഴ്സറിയിൽ കാഞ്ഞിരപ്പള്ളി വന്നാൽ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ? അല്ലല്ല, ഇത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹോം ഗ്രൗണ്ടിന്റെ മദർ ഫാമിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ തൈകൾ വാങ്ങിക്കാം. അത് ഒരു തൈ ആണെങ്കിലും 10 തൈ, എത്ര തൈകളായിട്ട് നമുക്ക് വാങ്ങാം. ഇത് കൂടാതെ നമുക്ക് കാഞ്ഞിരപ്പള്ളിയിൽ ഹൈവേയിൽ തന്നെ ചേപ്പമ്പാറ എന്നാണ് സ്ഥലത്തിന്റെ പേര്. കാഞ്ഞിരപ്പള്ളിക്കും പൊൻകുന്നത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അവിടെ നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അടിമാലിയിലെ കാംകോ ജംഗ്ഷനിൽ നേരിമംഗലം റോഡിലാണ്, അവിടെ ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ തിരുവല്ല കോഴഞ്ചേരി റോഡിൽ നെല്ലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് നേരിട്ട്, അതെല്ലാം നമ്മൾ നേരിട്ട് നടത്തുന്ന ഔട്ട്ലെറ്റുകളാണ്. കൂടാതെ നമ്മുടെ കേരളത്തിലെ ഉടനീളം മറ്റ് നേഴ്സറികളിലൂടെ നമ്മുടെ തൈകൾ കൊടുക്കുന്നു, റീസെല്ലർ നഴ്സറികൾ. അപ്പം അവര് നമ്മുടെ ഇവിടെ വന്ന് തൈകൾ എടുക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുന്ന ആ രീതിയിൽ നമ്മുടെ തൈകൾ ലഭ്യമാണ്. ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോം ഗ്രോണിൻ്റെ കൃഷികളും. അതേപോലെ തന്നെ റംബുട്ടാൻ കൃഷി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടതെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാം. അത്രയും സമയം നമുക്ക് കിട്ടിയില്ല. എന്നാലും നമുക്ക് ഈ ഫാമിനകത്തോട് നടന്ന് കുറേയേറെ വീഡിയോസ് നമ്മൾ ചെയ്തു. റംബുട്ടാൻ്റെ വിശേഷമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് പിന്നീട് എപ്പോഴേലും ഒന്നീ സെബാസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ റിജിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇവിടെ ആരുടെയും കൂടെ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫാമിൽ അതിനെക്കുറിച്ച് അറിയാവുന്നവരോടുകൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ തൽക്കാലം നേരത്തെ ഞാൻ ഓൾറെഡി ബൈ പറഞ്ഞു, എന്നാൽ ഒന്നുകൂടെ ബൈ അല്ലേ സെബാസ്റ്റിനെ?